നോയൽ ഇവിടെ ഈ കേസുകളുടെ ഗൗരവ സ്വഭാവം ഇതിനെ പോലീസ് സമീപിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയത് ശ്രീജിത്ത് ഞാനും ഒക്കെ. ജനങ്ങൾക്ക് നിങ്ങൾ വരുത്തി കൊടുക്കണം. ബൈജു എങ്ങനെ അല്ല ബൈജു കേട്ടില്ല. അല്ല, ഈ നമ്മുടെ ഈ കേസിന്റെ ഈ വകുപ്പുകളുടെ ഗൗരവ സ്വഭാവം എന്നുള്ളതല്ല നമ്മൾ അത് ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഗൗരവം ഈ വിഷയത്തിന് പോലീസ് കൊടുത്തിട്ടുണ്ടോ, കോടതി ഇടപെട്ടിട്ടു പോലും എന്നുള്ള ചോദ്യമായിരുന്നു. തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയണം. നേരത്തെ ആയൂർ ബിജു പറഞ്ഞതുപോലെ നേരത്തെ സ്കോട്ട്ലൻഡ് യാർഡ് അല്ലെങ്കിൽ സിംഗപ്പൂർ പോലീസ്, ദുബായ് പോലീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പിണറായി വിജയന്റെ പോലീസ് എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു പ്രയോഗമാണ്. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് കേരള പോലീസിലാണ്. മേയർ ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഭർത്താവ് സച്ചിൻ ദേവ് MLA കേരള പോലീസിൽ അർപ്പിക്കേണ്ടെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് കൂടിയാവണം അവർ സ്വന്തം കയ്യൂക്കിൽ മാത്രം വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർ ഈ ബസ് തടയുക എന്നുള്ള രീതിയിലേക്ക് മാറിയത്. അങ്ങനെ ആളുകൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു കുറ്റം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുറ്റമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾ വേണമെങ്കിൽ ഇത്തരം ഒഫൻസുകൾ ചെയ്യും. പക്ഷെ അത്തരം ഒഫൻസുകൾ ചെയ്തു കഴിഞ്ഞാൽ അത്തരം ആളുകൾ ഈ സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്. വാസ്തവത്തിൽ പ്രോസിക്യൂഷൻ നടപടികളെ നേരിടുകയാണ് വേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് പകരം നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര പേർക്ക് സാധിക്കും അങ്ങനെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ? ഇതിനു മുൻപ് ഒരു സംഭവം ഉണ്ടായപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, ഈ മേയർ മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് പരാതി കൊടുക്കുന്നത്. നമ്മളെ പോലെയുള്ള സാധാരണക്കാരൊക്കെ എവിടെയാണ് പരാതി കൊടുക്കാറ്? പോലീസ് സ്റ്റേഷനിലാണ്. ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. കേസെടുക്കാൻ തയ്യാറായോ? ഇല്ലല്ലോ. അപ്പൊ ഈ വിശ്വാസം നഷ്ടപ്പെട്ടു. ആർക്ക് നഷ്ടപ്പെട്ടു? എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ തന്നെ മേയർക്കും ഈ പറയുന്ന സച്ചിൻ ദേവ് MLA നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അതുകൊണ്ടല്ലേ അവരും പോലീസിനെ സമീപിക്കാത്തത്. അവർക്ക് പോലീസിനെ സമീപിക്കാമായിരുന്നല്ലോ. സ്വന്തം ഈ പറയുന്ന വഴിയിൽ എനിക്കെതിരെ ഒരാൾ കൈകൊണ്ട് ലൈംഗികമായ അതിക്രമം നടത്തി, അതുകൊണ്ട് ഞാൻ തിരിച്ച് അയാളുടെ ബസ് തടയുന്നു എന്ന് ഒരു MLA ഒരു മേയറും പറയുമ്പോൾ അവർക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ വിശ്വാസമില്ല എന്ന് വേണ്ട ഗണിക്കാൻ. അത് കൂടാതെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന പരാതികളിൽ ഇത്തരം കാര്യങ്ങളിൽ കേസെടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഈ സംഭവത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പ് ഭരണഘടനയെ അധിക്ഷേപിച്ച സജി ചെറിയാന്റെ വിഷയത്തിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. കോടതി പറഞ്ഞതിന് ശേഷമാണ് ഞാനായിരുന്നു ആ കേസും ചെയ്തത്. അതിന് കൂടാതെ രാഹുൽ ഗാന്ധി അപമാനിച്ച PV അൻവറിന്റെ കേസ് വന്നു. ഞാൻ നാട്ടുകൽ പോലീസ് സ്റ്റേഷനും പാലക്കാട് SP പരാതി കൊടുത്തു. കേസെടുക്കാൻ തയ്യാറായോ? ഇല്ലല്ലോ. കോടതി പറഞ്ഞിട്ടല്ലേ കേസെടുത്തത്. അതുപോലെ തന്നെയാണ് ഈ സംഭവത്തിൽ നടന്നത്. പോലീസ് ഇത്തരം പ്രിവിലേജുള്ള ആളുകൾക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. ആ സംവിധാനത്തിലുള്ള വിശ്വാസം ഈ പറയുന്ന ആളുകൾക്ക് ഇല്ലാതാകുന്നത് ഇതുകൊണ്ടാണ്. അതാണ് ഈ പറയുന്ന ആളുകൾക്കൊന്നും താങ്കൾ പറഞ്ഞ പിണറായി വിജയന്റെ പോലീസിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്.